അത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനും ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് അതിൽ നമ്മൾ ആദ്യം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക, പിന്നെ അതിൻ്റെ എന്താണ് പ്രോബിലിറ്റി. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് അതിനൊരു പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ മാസ് ഫംഗ്ഷൻ എന്താണ്, പിന്നെ അതിൻ്റെ മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വേരിയൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പിന്നെ എന്താണ് μ3 μ4 എങ്ങനെ കണ്ടുപിടിക്കും, എന്താണ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണ്, അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോയിസോൺ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനായ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതോടുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ കഴിയും. പിന്നെ നമ്മൾ നാളെ മുതൽ എന്താണ് തേർഡ് മൊഡ്യൂളാണ് എടുക്കുക. നോക്കാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. The binomial distribution serve as a good mathematical model in a number of experimental situations. Consider the following cases. അപ്പോൾ നമ്മൾ ഈ മൂന്ന് കേസസ് നോക്കാം. അപ്പോൾ കേസസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് എത്തുന്നത് നോക്കാം. ഒന്നാമത്തത്, an experimenter tosses a coin 15 times and notes the number of times head appears. ഒന്നാമത്തെ കേസ് എന്താണ്, ഒരു എക്സ്പെരിമെൻറ്റർ എന്താണ് ഒരു 50 ടൈംസ് കോയിൻ ടോസ് ചെയ്തു, എന്നിട്ട് എത്ര ടൈം ഹെഡ് അപ്പിയർ ചെയ്തു എന്ന് ചെക്ക് ചെയ്തു. രണ്ടാമത്തത്, എ ഡൈ വിത്ത് ഫേസസ് നമ്പേർഡ് ഫ്രം 1 to 6 ഈസ് റോൾഡ് 100 ടൈംസ് ആൻഡ് ദ നമ്പർ ഓഫ് ടൈംസ് ദ നമ്പർ 3 അപ്പിയേഴ്സ് ഇസ് നോട്ടഡ്. അപ്പോൾ നമ്മുടെ 100 ടൈംസ് ഡൈ ത്രോ ചെയ്തു, അതിൽ എത്ര വട്ടം 3 അപ്പിയർ ചെയ്തു എന്ന് നമ്മൾ നോട്ട് ചെയ്തു. മൂന്നാമത്തെ കേസ് നോക്കൂ. എ മെഡിക്കൽ റിസർച്ചർ ട്രൈസ് എ ന്യൂ ഡ്രഗ് ഓൺ എ നമ്പർ ഓഫ് പേഷ്യൻസ് ആൻഡ് വിഷസ് ടു ഡിറ്റർമൈൻ വെദർ ഓർ നോട്ട് ഇറ്റ് പ്രൊവൈഡ് സം ഡിഗ്രി ഓഫ് റിലീഫ്. നമ്മൾ കുറച്ചധികം പേഷ്യൻസിന് നമ്മളൊരു ഡ്രഗ് അപ്ലൈ ചെയ്തു, അത് നമ്മൾ ചെക്ക് ചെയ്തു ആ ഡ്രഗിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ ചെക്ക് ചെയ്തു. In the first cases, there are 2 possible outcomes and the experimenter is interested in one of them. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ എന്ന് പറയുന്നത് എന്താണ്, 15 ടൈംസ് നമ്മൾ കോയിൻ ടോസ് ചെയ്തു. അപ്പം ഫസ്റ്റ് ടോസ് ചെയ്തപ്പോൾ ഹെഡ് വരാം ടെയിൽ വരാം, രണ്ടാമത് ടോസ് ചെയ്തപ്പം ഹെഡ് വരാം ടെയിൽ വരാം. പക്ഷെ നമ്മൾ എടുക്കുന്ന നമുക്ക് എന്ത് വേണം, മതി ഹെഡ് അപ്പിയർ, എത്ര വട്ടം ഹെഡ് അപ്പിയർ ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഫേവറബിൾ കേസസ്. ഇൻ ദ സെക്കൻഡ് കേസ്, there are 6 possible outcomes and we are interested only in one of them. 3. That is, we can divide the outcomes into 2 complementary events, 3 and not 3. അപ്പോൾ നമ്മൾ സെക്കൻഡ് കേസിൽ നമ്മൾ ഡൈ ത്രോ ചെയ്യുമ്പം അതിൽ 6 ഔട്ട്കംസ് ഉണ്ട്. 6 ഔട്ട്കംസ് വരാം. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്, എത്ര വട്ടം 3 അപ്പിയർ ചെയ്യുന്നു, അതാണ് നമ്മളുടെ ഫേവറബിൾ കേസസ്. അപ്പം ഒന്നിലധികം കേസസ് ഉണ്ട്, പക്ഷെ നമ്മുടെ കേസ് എന്ന് പറയുന്നത്, നമ്മളുടെ ഫേവറബിൾ ആയിട്ടുള്ള കേസസ് എന്ന് പറയുന്നത് 1 ആണ്. ഇതുപോലെ നമ്മളുടെ ഔട്ട്കം സെറ്റിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് നമ്മളുടെ ഫേവറബിൾ കേസസ്, രണ്ടാമത്തത് നമ്മളുടെ അൺഫേവറബിൾ കേസസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം 3 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫേവറബിൾ കേസസ്, നോട്ട് 3 എന്ന് പറയുന്നത് എന്താണ്, അതർ കേസസ് ആർ 1, 2, 4, 5, 6 അതൊക്കെയാണ് നമ്മളുടെ നോട്ട് 3 എന്ന് പറയുന്ന കേസസ്. In the last case, there may be various degrees of responses to the treatment, but the researcher is only interested in 2 classification, responding favorably and not responding favorably. അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ കേസിൽ നമ്മൾ പേഷ്യൻസിന് ഡ്രഗ് കൊടുക്കുമ്പോൾ പലതരത്തിലുള്ള കേസസ് നമുക്ക് അപ്പിയർ ചെയ്യാം. ചിലപ്പം നല്ല രീതിയിൽ എഫക്റ്റ് വരാം, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ എഫക്റ്റ് വരാം, അല്ലെങ്കിൽ എഫക്റ്റ് ഒന്നും കാണാത്തവരും ഉണ്ടാകും. അപ്പം ഇതിൽ എന്താണ്, പക്ഷെ നമ്മൾ നമുക്ക് റിസർച്ചിന് വേണ്ട എന്താണ്, റെസ്പോണ്ടിങ് ഫേവറബിളി ആൻഡ് നോട്ട് റെസ്പോണ്ടിങ് ഫേവറബിളി, 2 കേസസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. Thus, in each cases, the nature of the experiment is such that the possible outcomes can be divided into 2 complementary events. It is customary to call the event under consideration as success and the complementary event as failure. നമ്മൾ പറഞ്ഞു നമ്മളുടെ ഔട്ട്കം സെറ്റിനെ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസും, രണ്ടാമത്തത് അൺഫേവറബിൾ ആയിട്ടുള്ള കേസസും. ആ ഫേവറബിൾ ആയിട്ടുള്ള കേസസിനെയാണ് നമ്മൾ സക്സസ് എന്ന് പറയുന്നത്. അൺഫേവറബിൾ കേസസിന് നമ്മൾ ഫെയിലിയർ എന്ന് പറയും. ഇപ്പം നമ്മൾ ഒന്നാമത്തെ കേസിൽ കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ ഹെഡും ടെയിലും വരും, പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്, ഹെഡാണ്. അപ്പം അവിടുത്തെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, ഹെഡാണ്. ടെയിൽ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഫെയിലിയർ എന്ന് പറയും. അപ്പം നമ്മളുടെ ഔട്ട്കം സെറ്റിനെ സക്സസ് എന്നും ഫെയിലിയർ എന്നും രണ്ട് ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. നമ്മൾ സക്സസിനെ S കൊണ്ടും ക്യാപിറ്റൽ S കൊണ്ടും ഫെയിലിയറിനെ ക്യാപിറ്റൽ F കൊണ്ടാണ് നോട്ട് ചെയ്യുക. സച്ച് ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് ഡയക്കോട്ടമിക് എക്സ്പെരിമെൻറ്റ്. ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെ ഒരു സക്സസും ഒരു ഫെയിലിയറും ഉള്ള ടൈപ്പ് എക്സ്പെരിമെൻറ്റിനെയാണ് നമ്മൾ ഡയക്കോട്ടമിക് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഡയക്കോട്ടമിക് എന്ന് പറഞ്ഞാൽ 2 പിന്നെ
രണ്ടെണ്ണം എന്നുള്ള മീനിങ് ആണ് ഡയക്കോട്ടമി. അവിടെ രണ്ട് ഔട്ട്കമാണ്, ഒന്നെങ്കിൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ. It should be, however, be understood that the term success does not mean that the event is a desirable one. ഇവിടെ നമ്മൾ സാധാരണ യൂഷ്വൽ സക്സസിൻ്റെ മീനിങ് എന്ന് പറയുന്നതല്ല ഇവിടെ എന്താണ് സക്സസ് എന്ന് കൊടുക്കുന്നത്. നമ്മുടെ ഫേവറബിൾ കേസസ് ആണെങ്കിൽ അതിന് സക്സസ്, അതർവൈസ് ഇറ്റ്സ് എ ഫെയിലിയർ. ദ ഇവൻറ്റ് അണ്ടർ കൺസിഡറേഷൻ ഈസ് ടേംഡ് എ സക്സസ് ജസ്റ്റ് ബൈ കൺവെൻഷൻ. ഒരു നെയിംലി നമ്മളൊരു പേര് കൊടുക്കുന്നേ ഉള്ളൂ സക്സസ് എന്ന്. There is another aspect common to all the three cases, the probability of getting head, that is 1/2, and the probability of getting 3 remains constant over the series of trials, and the result of any one trial is independent of the result of any other. ഇതുപോലെ നമ്മൾ ഔട്ട്കം സെറ്റിനെ സക്സസും ഫെയിലിയർ ആയിട്ടും മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ഒന്നാമത്തെ കേസിൽ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ്. അതുപോലെ ഡൈ ത്രോ ചെയ്യുന്ന കേസിൽ നമുക്ക് 1 കിട്ടാനും 2 കിട്ടാനും 3 കിട്ടാനും എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി എന്താണ്? 1/6 ആണ്. അപ്പം നമ്മൾ എത്ര ടൈംസ് കോയിൻ ടോസ് ചെയ്യുന്നുണ്ടോ അത് ആ കേസിലൊക്കെ നമുക്ക് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. എന്ന് വെച്ചാൽ ഓരോ ട്രയലിലും സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, നമ്മൾ ഒരു വട്ടം കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2. രണ്ടാമത്തെ വട്ടം നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2. അങ്ങനെ എല്ലാ ട്രയൽസിലും നമ്മൾ എത്ര ട്രയൽസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ ആ ട്രയൽസിലൊക്കെ നമ്മളുടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സിമിലർലി ഈ നമ്മൾ ഓരോ ട്രയൽ കണ്ടക്ട് ചെയ്യുന്നതും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു വട്ടം കോയിൻ ടോസ് ചെയ്യുന്നു, എനിക്ക് ഹെഡ് കിട്ടാം ടെയിൽ കിട്ടാം. അതുപോലെ രണ്ടാമത്തെ വട്ടം കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡ് കിട്ടാം ടെയിൽ കിട്ടാം. ഈ ആദ്യത്തെ വട്ടവും രണ്ടാമത്തെ വട്ടവും ഞാൻ കോയിൻ ടോസ് ചെയ്യുന്ന രണ്ടും ഇൻഡിപെൻഡൻറ്റ് കേസാണ്. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്, ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം എന്താണ് ഈ 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഔട്ട്കം സെറ്റിനെ ഒരു സക്സസും ഫെയിലിയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ ഈച്ച് ട്രയൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. മൂന്നാമത്തെ എന്താണ്? ഈച്ച് ട്രയൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റിനെയാണ്, ഒരു ട്രയലിനെയാണ് നമ്മൾ ബെർണോളി ട്രയൽ എന്ന് പറയുന്നത്. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ട്രയലിനെയാണ് നമ്മൾ ബെർണോളി ട്രയൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള n ട്രയൽസിനെയാണ് നമ്മൾ ബൈനോമിയൽ ട്രയൽസ് അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബെർണോളി എന്ന് പറയുന്നത് ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ട്രയൽ, അതിനെയാണ് നമ്മൾ ബെർണോളി ട്രയൽ എന്ന് പറയുന്നത്. ഇതുപോലെ n ട്രയൽസിനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. In the third case also the trials are independent and the probability for a success in any trial remain constant. Such a stationary process wherein the probability of success remains constant over a series of trials and the outcome of any one trial is independent of the outcome of any other trials is known as Bernoulli process or as a sequence of Bernoulli trials. ഇത് നമ്മൾ പറയാൻ പോകുന്നത് ബെർണോളി ട്രയൽസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുകയാണ്. ഡെറിവേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാം. Here a random experiment is to be performed in which the outcome can be classified either as a success or as a failure f. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, അത് ഒന്നും കൂടെ പറയുകയാണ്. നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു, അതിൻ്റെ ഔട്ട്കം സെറ്റിന് നമ്മളൊരു സക്സസ് ആയിട്ടും ഫെയിലിയർ ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നു. Suppose the probability of success is to be known and is denoted by p. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് സക്സസ് നമുക്ക് എന്താണ് നമുക്കറിയാം. അത് നമ്മൾ സ്മോൾ p കൊണ്ട് ഡിനോട്ട് ചെയ്യും. പ്രോബബിലിറ്റി ഓഫ് സക്സസിനെ സ്മോൾ p കൊണ്ട് ഡിനോട്ട് ചെയ്യും. The experiment is repeated n times and it is given that p of s remains the same throughout and the trials are independent. നമ്മൾ എക്സ്പെരിമെൻറ്റ് n ടൈംസ് കണ്ടക്ട് ചെയ്യും. ഈ ഓരോ ടൈംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴും പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഈച്ച് ട്രയലും ഇൻഡിപെൻഡൻ്റ് ആണ്. We can interested in finding the probability distribution of x where x is defined as the number of success in n trials. നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ റാൻഡം വേരിയബിൾ x എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് പിന്നെ നമ്പർ ഓഫ് സക്സസ് ഇൻ n ട്രയൽസ്. x എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റാൻഡം വേരിയബിൾ x എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നമ്പർ ഓഫ് സക്സസ് ഇൻ n ട്രയൽസ്. ആ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയാണ് എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. We are interested in finding the probability distribution of x where x is defined as the number of success in n trials. If p of s equal to p, probability of success equal to p, then probability of failure എന്താണ്? 1 minus p ആണ്. probability of success എന്ന് പറയുന്നത് എന്നുവെച്ചാൽ സക്സസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി p ആണ് എങ്കിൽ ഫെയിലിയർ കിട്ടാനുള്ളത് 1 minus p. നമ്മൾ ഈ 1 minus p നെ q എന്നാണ് ഡിനോട്ട് ചെയ്യുക.
The random variable x can take the values 0, 1, 2, 3 up to n. നമ്മൾ n ട്രയൽസ് കണ്ടക്ട് ചെയ്യാണ്. ഈ x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താണ്? നമ്പർ ഓഫ് സക്സസ് ഇൻ n ട്രയൽസ്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന നമ്മൾ n ടൈംസ് കോയിൻ ടോസ് ചെയ്തു. അപ്പം പിന്നെ എക്സിൻ്റെ നമ്പർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് ആണ് അല്ലേ? നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ n ട്രയൽസ്. ഈ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്ന എക്സിന് എടുക്കാൻ പറ്റിയ വാല്യൂസ് എന്താണ്? എക്സ് 0 ആയിക്കൂടെ? കാരണം n ടൈംസ് ഞാൻ കോയിൻ ടോസ് ചെയ്യുമ്പോഴും എനിക്ക് ഹെഡ് കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാ ട്രയൽസിലും എനിക്ക് ടെയിൽ കിട്ടാം. അപ്പോൾ അവിടെ എന്താണ് നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഒരു ട്രയലിൽ എനിക്ക് ഹെഡ് കിട്ടാം, ബാക്കി ട്രയൽസിലൊക്കെ എനിക്ക് ടെയിൽ കിട്ടുന്നു. അപ്പോൾ അവിടെ എന്താണ് നമ്പർ ഓഫ് സക്സസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതുപോലെ എനിക്ക് 2 ടൈംസ് ഹെഡ് കിട്ടാം. അപ്പോൾ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ എല്ലാ കേസിലും എന്ത് കിട്ടാം? ഹെഡ് കിട്ടാം. അപ്പോൾ നമ്പർ ഓഫ് സക്സസ് എന്താണ്? n ആണ്. അപ്പോൾ 0, 1, 2 അപ് ടു n വരെ നമുക്ക് എന്തെടുക്കാം? ഈ റാൻഡം വേരിയബിളിന് വാല്യൂ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2 എക്സെട്ര n. അതുകൊണ്ടാണ് ഇതിനെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. വി റിക്വയർ ദ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് എക്സ് സക്സസ് ഔട്ട് ഓഫ് n ട്രയൽസ്. നമുക്ക് വേണ്ട എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സക്സസ് ഇൻ n ട്രയൽസ്. ഇൻ n ട്രയൽസ് ഇഫ് യു ഗെറ്റ് എക്സ് സക്സസ്, നമുക്ക് n ട്രയൽസ് കണ്ടക്ട് ചെയ്തു, അതിൽ നമുക്ക് എക്സ് സക്സസ് കിട്ടി. അപ്പോൾ എത്ര ഫെയിലിയേഴ്സ് ഉണ്ടാവും? n-x ഫെയിലിയേഴ്സ് ഉണ്ടാവും. കൺസിഡർ വൺ ബെർണോളി സീക്വൻസ് ഇൻ വിച്ച് ദ ഫസ്റ്റ് എക്സ് ട്രയൽസ് വിൽ ബി സക്സസ് ആൻഡ് ദ ലാസ്റ്റ് n-x ട്രയൽസ് ആർ ഫെയിലിയേഴ്സ്. നമ്മൾ കൺസിഡർ ചെയ്യാണ് നമ്മളുടെ ആദ്യത്തെ നമുക്ക് ആദ്യത്തെ എക്സ് സക്സസ് ഉണ്ട്, അതുപോലെ n-x പിന്നത്തെയൊക്കെ n-x ഫെയിലിയേഴ്സുമാണ് കൊടുത്തത്. ആദ്യത്തെ എക്സ് ടൈംസ് നമുക്ക് സക്സസ് കിട്ടി, പിന്നെയുള്ള n-x ടൈംസ് നമുക്ക് ഫെയിലിയർ കിട്ടി. ദ പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് ദ എബോവ് സീക്വൻസ് ഓഫ് റിസൾട്ട്സ് വിൽ ബി. അപ്പം നമുക്കൊരു സക്സസ് കിട്ടുകയാണെങ്കിൽ എൻ്റെ പ്രോബിലിറ്റി എന്താണ്? p. രണ്ടാമത്തെ സക്സസ് p ഇൻറ്റു p, പിന്നെ ഇൻറ്റു p, അങ്ങനെ എക്സ് ടൈംസ് സക്സസ് ഉണ്ട്. അപ്പം p ഇൻറ്റു എത്ര ടൈംസ് ആണ്? എക്സ് ടൈംസ്. അതുപോലെ ഫെയിലിയേഴ്സ് എത്ര എണ്ണം ഉണ്ട്? n-x ഫെയിലിയേഴ്സ് ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്താണ്? q ആണ്. q ഇൻറ്റു അപ് ടു n-x ടൈംസ്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ p⁻x ഇൻറ്റു q⁻n-x. അപ്പോൾ ആദ്യത്തെ എക്സ് ടൈംസ് സക്സസും പിന്നീടുള്ള n-x ടൈംസ് ഫെയിലിയറും കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? p⁻x ഇൻറ്റു q⁻n-x. ഇത് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് എന്താണ്? ആദ്യത്തെ എക്സ് ടൈംസ് സക്സസ്, പിന്നീടുള്ള n-x ടൈംസ് ഫെയിലിയർ. പക്ഷെ നമുക്ക് ആദ്യത്തെ എക്സ് ടൈംസ് തന്നെ സക്സസ് കിട്ടിക്കൊള്ളുന്നുണ്ടോ? നമുക്ക് ഇതിൻ്റെ ഇടയിൽ മിക്സായി വന്നൂടെ? ഇപ്പം ഫസ്റ്റ് എനിക്ക് സക്സസ് കിട്ടി, പിന്നെ ഒരു ഫെയിലിയർ കിട്ടി, പിന്നെ 2 സക്സസ് കിട്ടി, പിന്നെ ഒരു ഫെയിലിയർ കിട്ടി. അപ്പം എക്സ് ടൈംസ് സക്സസ് കിട്ടുന്നതെന്ന് പറയുന്നത് ആദ്യം തന്നെ വന്നോളന്നില്ല, മിക്സ് ആയിട്ട് വരാം അല്ലേ? ചിലപ്പം ആദ്യം സക്സസ് കിട്ടും, പിന്നെ 2 ഫെയിലിയർ ആയിരിക്കും, പിന്നെ 3 സക്സസ് ആയിരിക്കും, അങ്ങനെയൊക്കെ കിട്ടാം. അപ്പം എന്താണ് ഇതെന്ന് പറയുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞത് ആദ്യത്തെ എസ് സക്സസും പിന്നീടുള്ള n-x ഫെയിലിയേഴ്സിനുമാണ്. അതിനുള്ള പ്രോബിലിറ്റി p⁻x ഇൻറ്റു q⁻n-x ആണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ വരാം. അപ്പോൾ അതിനുള്ള പ്രോബിലിറ്റി എന്താണ്? അവിടെ അപ്പം നമുക്ക് എന്ത് കൊടുക്കണം? സെലക്ഷൻ്റെ കോമ്പിനേഷൻ അവിടെ കൊടുക്കണം അല്ലേ? പല കോമ്പിനേഷനിൽ വരാം. അപ്പം ആ പ്രോബിലിറ്റിയാണ് ബൈനോമിയൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. The probability of any success of results in which there are x success and n-x failures will be p⁻x into q⁻n-x. Now we can choose x success out of n trials in n-cx mutually exclusive ways, each with probability p⁻x into q⁻n-x. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ വന്നോളുന്നില്ല, പല രീതിയിൽ നമുക്ക് സക്സസ്സുകളും ഫെയിലിയറുകളും ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കോമ്പിനേഷൻ കൊണ്ടുവന്നു n-cx p⁻x into q⁻n-x. Therefore, the probability for getting x success in n trials will be n-cx p⁻x into q⁻n-x. ഇതിനെയാണ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്താണ്? p(x) n-cx p⁻x into q⁻n-x. എക്സിന് എടുക്കാവുന്ന എക്സിൻ്റെ റേഞ്ച് എവിടെ മുതൽ എവിടെ വരെയാണ്? 0, 1, 2, 3 up to n. p+q എന്താണ്? 1 ആണ്. This probability distribution of the random variable is called binomial distribution. ഇങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് അത് ചോദിക്കാൻ വഴിയില്ല, നിങ്ങളോട് ചോദിക്കുക ഡെഫിനിഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന എന്താണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക, അതിൻ്റെ റേഞ്ച് എക്സിൻ്റെ റേഞ്ച് എഴുതുക,
അതിലുള്ള ഓരോ ടേംസും എന്താണെന്ന് എഴുതുക. ഡെഫിനിഷൻ ഇതാണ് നിങ്ങൾ ചോദിച്ച ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഡിഫൈൻഡ് ടു ഹാവ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ല മാസ് ഫംഗ്ഷനാണ്. എന്തുകൊണ്ടാണ്? എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങളത് തിരുത്തുക. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. എക്സിൻ്റെ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെയാണ്? 0, 1, 2 എക്സെട്ര എൻ. പി പ്ലസ് ക്യൂ എന്താണ്? 1 ആണ്. അതുപോലെ പി എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂസ് എവിടെയാണ് ഉണ്ടാവുക? 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ. ഹിയർ ഈ എക്സ് അല്ലാത്ത ഈ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ എക്സ് അല്ലാത്ത ബാക്കി ടേംസിനെ നമ്മൾ എന്താണ് പാരാമീറ്റേഴ്സ് എന്ന് പറയാം. പാരാമീറ്റേഴ്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയാം. ഇവിടെ അപ്പം എക്സ് അല്ലാത്ത ബാക്കി ഏതൊക്കെ ടേംസ്? എൻ ഉണ്ട്, പി ഉണ്ട്. ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ക്യൂവിനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്നും പിയും. ഹിയർ എൻ ആൻഡ് പി ആർ കോൾഡ് പാരാമീറ്റേഴ്സ് ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് നിങ്ങൾ എടുത്തെഴുതണം എന്താണെന്നുള്ളത്. വെൻ എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ബി ഡോട്ട് ഡി എന്ന് പറയും. വി ക്യാൻ റൈറ്റ് എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഷോർട്ടാക്കിയിട്ട് എക്സ് ഫോളോ ബൈനോമിയൽ എൻ പി അങ്ങനെ എഴുതാം. ദ സിമ്പിൾ എന്താണ്? സ്മോൾ ബി എക്സ് എൻ പി ഓൾസോ റെപ്രസെൻറ്റ് ദ പ്രോബബിലിറ്റി ഫോർ എക്സ് സക്സസ് ഇൻ ട്രയൽസ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി. This is called binomial distribution because the probabilities as the random variable x takes the value 0, 1, 2, etc. n. Any random variable which follows binomial distribution is called binomial variate. അപ്പോൾ റാൻഡം വേരിയബിൾ ഏതൊരു റാൻഡം വേരിയബിൾ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് അതിനെ ബൈനോമിയൽ വേരിയേറ്റ് എന്ന് പറയും. ഇനി നമ്മൾ അതിൻ്റെ മീൻ എങ്ങനെയാണ് വേരിയൻസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. മൊമെൻറ്റ്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. നമ്മൾ എക്സ്പെക്റ്റേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഫോർ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണ്? സമ്മേഷൻ എക്സ് ഫ്രം 0 to n എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയലിൻ്റെ മാസ് ഫംഗ്ഷൻ എഴുതും. എൻ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to n എക്സ് ഇൻറ്റു എൻ സി എക്സ് പി റൈസ് ടു എക്സ് ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഇനി നമ്മൾ എൻ സി എക്സിനെ എക്സ്പാൻഡ് ചെയ്യും. അവിടെ ഒരു എക്സ് ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പിലൊരു എക്സ് ഉണ്ട്, അതവിടെ കൊടുത്തിട്ടില്ല. എക്സ് ഇൻറ്റു എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റൈസ് ടു എക്സ് ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് എന്നാണ്. ഇത് നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് നടത്തും. എൻ ഫാക്ടോറിയലിനെ എൻ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ എഴുതും. എൻ ഫാക്ടോറിയലിനെ ന്യൂമറേറ്ററിലുള്ള എൻ ഫാക്ടോറിയലിനെ എൻ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ എഴുതും. അതുപോലെ ഡിനോമിനേറ്ററുള്ള എക്സ് ഫാക്ടോറിയലിനെ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് എന്ന് എഴുതും. അപ്പം അപ്പോൾ ഒരു എൻ അവിടെ വരുമല്ലോ. എൻ മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ അല്ലേ, ആ എന്നിന് നമ്മൾ ഔട്ട് സൈഡ് എടുക്കും, സമ്മേഷൻ ഔട്ട് സൈഡ് എടുക്കും. അതുപോലെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ അല്ലേ, ഡിനോമിനേറ്റർ ഒരു എക്സ് ഉണ്ട്, ന്യൂമറേറ്ററിൽ ഒരു എക്സ് ഉണ്ട്, അതവിടെ കൊടുക്കാത്തതുകൊണ്ടാണ് നിങ്ങളത് എഴുതുക. അപ്പോൾ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്ത് വരും? എൻ മൈനസ് 1 ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. അതുപോലെ ഇവിടെ പി റൈസ് ടു എക്സ് എന്നായിരുന്നു, നമ്മളവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് എടുത്തും. പി റൈസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു പി. ഒരു പി കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഒരു പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം അവിടെ ഒരു എൻ പി നമുക്ക് പുറത്തെടുക്കാനുണ്ടാവും. ആ എൻ പിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എങ്ങനെ ഉണ്ടാവും? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to n എൻ മൈനസ് 1 ഫാക്ടോറിയൽ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു പി റൈസ് ടു എക്സ് മൈനസ് 1 ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ്. ഈ ഒരു സമ്മേഷൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? ക്യൂ പ്ലസ് പി ഓൾ പവർ എൻ മൈനസ് 1ൻ്റെ എക്സ്പാൻഷനാണ്. ക്യൂ പ്ലസ് പി ഓൾ പവർ എൻ മൈനസ് 1ൻ്റെ എക്സ്പാൻഷൻ. സോ എൻ പി ഇൻറ്റു ക്യൂ പ്ലസ് പി ഓൾ പവർ എൻ മൈനസ് 1. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്യൂ പ്ലസ് പി എന്താണ്? 1 ആണ്. സോ എന്ത് വരും? മീൻ ഈക്വൽ ടു എൻ പി എന്ന് പറയും. മീൻ എന്ന് പറയുന്നത് എന്താണ്? എൻ ഇൻറ്റു പി ആണ്. അപ്പോൾ എന്നും നമ്പർ ഓഫ് ട്രയൽസും പ്രോബിലിറ്റി ഓഫ് സക്സസും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കണ്ടുപിടിക്കാം. ഇനി അടുത്ത് നമുക്ക് വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ റീഅറേഞ്ച്മെൻറ്റ് എടുത്താണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിനെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് എഴുതും. അതിനൊരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്ത് എഴുതിയതാണ്. ഇനി അതിലേക്ക് എക്സ്പെക്റ്റേഷൻ അപ്ലൈ ചെയ്യുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്താണ്? സമ്മേഷൻ 0 to n എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്? മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്, എൻ പി.
ഇനി നമ്മൾ എഫ് ഓഫ് എക്സ് അവിടെ കൊടുക്കുമ്പോൾ സമ്മേഷൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എൻ പി എന്ന് കൊടുക്കും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ സി എക്സിനെ എന്താണെന്ന് കൊടുക്കുക, എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് കൊടുക്കും. പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എൻ ബി. എൻ ഫാക്ടോറിയലിനെ നമ്മൾ എങ്ങനെ എഴുതും? എൻ മൈനസ് ടു ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ എന്ന് എഴുതും. അതുപോലെ ഡിനോമിനേറ്ററിലുള്ള എക്സ് ഫാക്ടോറിയലിനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഫാക്ടോറിയലിന് എഴുതും. അപ്പോൾ ഒരു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഔട്ട് സൈഡ് എടുക്കാനുണ്ടാവും. എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ അതുപോലെ പി റേസ് ടു എക്സിന് പി റേസ് ടു എക്സ് മൈനസ് ടു ഇൻറ്റു പി സ്ക്വയർ എന്ന് എഴുതും. അപ്പോൾ ഔട്ട് സൈഡ് എടുക്കാനുള്ള എന്തൊക്കെയാണ്? എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ, ബാക്കി സമ്മേഷൻ എൻ മൈനസ് ടു ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റേസ് ടു എക്സ് മൈനസ് ടു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് എൻ പി. ഈ സമ്മേഷൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുന്നത് ക്യൂ പ്ലസ് പി ഓൾ പവർ എൻ മൈനസ് ടുവിൻ്റെ എക്സ്പാൻഷനാണ്. ക്യൂ പ്ലസ് പി ഓൾ പവർ എൻ മൈനസ് ടുവിൻ്റെ എക്സ്പാൻഷനാണ്. അത് നമ്മളവിടെ കൊടുക്കും. അപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ ക്യൂ പ്ലസ് പി ഓൾ പവർ എൻ മൈനസ് ടു പ്ലസ് എൻ പി. ഈ ക്യൂ പ്ലസ് പി എന്താണ്? 1 ആണ്. സോ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു പി സ്ക്വയർ പ്ലസ് എൻ പി. ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഇനി നമ്മൾ വേരിയൻസ് ഓഫ് എക്സിലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കൊടുത്തിട്ട് എങ്ങനെ എഴുതും? എൻ ഇൻറ്റു എൻ മൈനസ് വൺ പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ് എൻ പി ഓൾ സ്ക്വയർ. നമ്മൾ എന്താണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പം എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ് എൻ സ്ക്വയർ പി സ്ക്വയർ. എൻ സ്ക്വയർ പി സ്ക്വയർ കട്ട് ചെയ്ത് പോകും. ബാക്കി എൻ മൈനസ് പി ഇൻറ്റു വൺ മൈനസ് പി. വൺ മൈനസ് പി എന്താണ്? ക്യൂ ആണ്. സോ എൻ പി ക്യൂ. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻ പി ക്യൂ ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൻ പി ക്യൂ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മ്യൂ 3 മ്യൂ 4 കണ്ടുപിടിക്കാം. മ്യൂ 3ൻ്റെ ഇക്വേഷൻ എന്താണ്? പഠിച്ചിട്ടുണ്ട്. മ്യൂ 3 ഈക്വൽ ടു മ്യൂ 3 ഡാഷ് മൈനസ് 3 മ്യൂ 2 ഡാഷ് മ്യൂ 1 ഡാഷ് പ്ലസ് 2 മ്യൂ 1 ഡാഷ് ഓൾ ക്യൂബ്. മ്യൂ 1 ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മ്യൂ 1 ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, എന്താണ്? എൻ പി. മ്യൂ 2 ഡാഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ പ്ലസ് എൻ പി. മ്യൂ 3 ഡാഷ് നമ്മൾ എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യൂബാണ്. അതിനെ ഇതുപോലെ റീഅറേഞ്ച്മെൻറ്റ് നടത്തിയിട്ട് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും കണ്ടുപിടിച്ച പോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യൂബും കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മൾ മ്യൂ 3 ഡാഷും കൂടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂ 3 കിട്ടും. മ്യൂ 3 എന്താ കിട്ടിയേക്കുന്നത് ഇവിടെ ഫൈനലി? എൻ പി ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് പി. നിങ്ങൾ ഈ മ്യൂ 3ൻ്റെ എക്സ്പെക്റ്റേഷൻ്റെയും വേരിയൻസിൻ്റെയും ഡെറിവേഷൻ പഠിക്കണം. മ്യൂ 3ൻ്റെ പഠിക്കണം എന്നില്ല, പക്ഷേ മ്യൂ 3 എന്താണെന്ന് പഠിക്കുക. എൻ പി ക്യൂ ഇൻറ്റു ക്യൂ മൈനസ് പി. ഇതുപോലെ മ്യൂ 4ഉം കണ്ടുപിടിക്കാം. മ്യൂ 4 എന്താ കിട്ടുന്നത്? 3n സ്ക്വയർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ് എൻ പി ക്യൂ 1 മൈനസ് 6 പി ക്യൂ. ഇതെന്തിനാണ് നമ്മൾ ഈ മ്യൂ 3 മ്യൂ 4 കണ്ടുപിടിക്കുന്നത്? നമുക്ക് ബീറ്റ കോഎഫിഷ്യൻറ്റും ഗാമ കോഎഫിഷ്യൻറ്റും ഉണ്ട്. ബീറ്റ കോഎഫിഷ്യൻറ്റും ഗാമ കോഎഫിഷ്യൻറ്റും എന്തിനായിരുന്നു? സ്ക്യൂനെസ്സും കർട്ടോസിസും മെഷർ ചെയ്യാനായിരുന്നു അല്ലേ? ബീറ്റ 1 ഗാമ 1 എന്തിന് മെഷർ ചെയ്യുന്നു? സ്ക്യൂനെസ്സിനെ മെഷർ ചെയ്യുന്നു എന്ന് വെച്ചാൽ സിമെട്രിക് ആണ്, ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണോ അല്ലേ എന്ന് മെഷർ ചെയ്യുന്നു. കർട്ടോസിസ് എന്തിനാണ്? കർട്ടോസിസ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ പീക്ക്നെസ് മെഷർ ചെയ്യുന്നു. അപ്പം ബീറ്റ 1 എന്താണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ബീറ്റ 1 എന്ന് പറയുന്നത്, ബീറ്റ 1 എന്ന് പറഞ്ഞാൽ മ്യൂ 3 സ്ക്വയർ ബൈ മ്യൂ 2 ക്യൂബ്. അപ്പം മ്യൂ 3 സ്ക്വയർ നമ്മളോട് കൊടുക്കും. എൻ സ്ക്വയർ പി സ്ക്വയർ ക്യൂ സ്ക്വയർ ഇൻറ്റു ക്യൂ മൈനസ് പി ഓൾ സ്ക്വയർ. മ്യൂ 2 ക്യൂബാണ്, നിങ്ങൾ കറക്റ്റ് ചെയ്യുക. മ്യൂ 2 ക്യൂബ് എന്ന് പറയുമ്പം എൻ ക്യൂബ് പി ക്യൂബ് ക്യൂ ക്യൂബ്. അപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് ക്യൂ മൈനസ് പി ഓൾ സ്ക്വയർ ബൈ എൻ പി ക്യൂ എന്ന് വരും. അപ്പോൾ ഇതിൽ ഗാമ 1 എന്ത് വരും? ഗാമ 1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബീറ്റ 1 ആണ്. അപ്പോൾ ഗാമ 1 എന്ന് പറഞ്ഞാൽ ക്യൂ മൈനസ് പി ബൈ റൂട്ട് ഓഫ് എൻ പി ക്യൂ എന്ന് വരും. അപ്പോൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്, സിമെട്രിക് ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. എങ്ങനെ ഗാമ 1 എന്ത് വരും എന്നുള്ള ഇതിൽ ബേസ് ചെയ്തിട്ടാണ് സിമെട്രിക് ആണോ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ എന്ന് പറയാം. ബീറ്റ 2 എന്ന് പറയുന്നതാണ് മ്യൂ 4 ബൈ മ്യൂ 2 സ്ക്വയർ. മ്യൂ 4 എന്താണെന്ന് എഴുതുക, മ്യൂ 2 സ്ക്വയർ എന്താണെന്ന് എഴുതുക. അപ്പോൾ എന്താ കിട്ടും? ബീറ്റ 2 3 പ്ലസ് 1 മൈനസ് 6 പി ക്യൂ ബൈ എൻ പി ക്യൂ. ഗാമ 2 എന്താണ്? ബീറ്റ 2 മൈനസ് 3. അപ്പോൾ എന്ത് വരും? ഗാമ 2 1 മൈനസ് 6 പി ക്യൂ ബൈ എൻ പി ക്യൂ. പിന്നെ എന്താണ്? ഗാമ 2ൻ്റെ വാല്യൂ അനുസരിച്ച് നമുക്കിത് എന്താണ് കർട്ടോസ് ഏത് ടൈപ്പ്, മീസോകട്ടിക്കാണോ ലെപ്റ്റോകട്ടിക്കാണോ പ്ലാറ്റിക്കട്ടിക്കാണോ എന്ന് പറയാൻ പറ്റും. അടുത്ത മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ 0 to n ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണെന്ന് കൊടുക്കുക? സമ്മേഷൻ 0 to n ഇ റേസ് ടു ടി എക്സ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ പി റേസ് ടു എക്സ് ആണ്, ഇ റേസ് ടു ടി എക്സ്
അതിന് നമ്മൾ പി ഇ റേസ് ടു ടി ഓൾ പവർ എക്സ് എഴുതും. സമ്മേഷൻ 0 to n c x പി ഇ റേസ് ടു ടി ഓൾ പവർ എക്സ് ക്യൂ റേസ് ടു n മൈനസ് എക്സ്. ഇതെന്ന് പറയുന്നത് ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഓൾ പവർ എന്നിൻ്റെ എക്സ്പാൻഷനാണ് എന്ത് മുകളിൽ കൊടുത്തേക്കുന്നത് ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഓൾ പവർ എന്നിൻ്റെ. സോ എം ജി എഫ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഓൾ പവർ എൻ ആണ്. അപ്പോൾ അത് നോക്കാം. ഇനി നമുക്കിനി നമ്മൾ പറഞ്ഞു മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്നും മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. μ1 μ2 μ3 ഒക്കെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് μ1 കണ്ടുപിടിക്കുക? മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ μ1 കണ്ടുപിടിക്കും? μ1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ഒരു ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് ടി ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അപ്പം μ1 കിട്ടും. μ2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി, ദെൻ ടി ഈക്വൽ ടു 0 കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ μ2 കിട്ടും. μ3 കിട്ടാൻ എന്ത് ചെയ്യണം? 3 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി, എന്നിട്ട് ടി ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ μ1 ഇവിടെ എന്താണ്? ഡി എം എക്സ് ഓഫ് ടി ബൈ ഡി ടി അറ്റ് ടി ഈക്വൽ ടു 0. അപ്പോൾ എന്തോരം? ഡി ക്യൂ പ്ലസ് പി റേസ് ടു ടി ഓൾ പവർ എൻ ബൈ ഡി ടി ടി ഈക്വൽ ടു 0. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തോരം? എൻ ഇൻറ്റു ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി n മൈനസ് 1 ഇൻറ്റു പി ഇ റേസ് ടു ടി. അപ്പോൾ അതിന് ടി ഈക്വൽ ടു 0. അങ്ങനെ ടിക്ക് 0 കൊടുക്കുമ്പം എൻ ഇൻറ്റു ക്യൂ പ്ലസ് പി ഓൾ പവർ n മൈനസ് 1 ഇൻറ്റു പി എന്ന് വരും. ക്യൂ പ്ലസ് പി എന്ന് പറയുന്നത് 1 ആണ്. സോ എൻ ഇൻറ്റു പി. അതല്ലേ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. μ1 μ2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ടി ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ μ2 n ഇൻറ്റു n മൈനസ് 1 പി സ്ക്വയർ പ്ലസ് എൻ പി എന്ന് വരും. അപ്പം μ1 μ2 കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 2 റോമൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ μ2 കണ്ടുപിടിച്ചൂടെ? μ2 എന്താണ്? μ2 മൈനസ് μ1 ഹോൾ സ്ക്വയർ n ഇൻറ്റു n മൈനസ് 1 പി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ് എൻ സ്ക്വയർ പി സ്ക്വയർ എന്ത് വരും? എൻ പി ക്യൂ എന്ന് വരും. പിന്നെ അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അഡിറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പറയുന്നത് വെച്ചാൽ എക്സും വൈയും 2 ഇൻഡിപെൻഡൻറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ്. എക്സ് ഫോളോസ് ബൈനോമിയൽ n1 പിയും വൈ ഫോളോ ബൈനോമിയൽ n2 പിയും ആണ്. സോ എന്താണ്? എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ n1 പ്ലസ് n2 പിയും ആയിരിക്കും എന്നാണ് പറയുന്നത്. എക്സും വൈയും ഒരു 2 ഇൻഡിപെൻഡൻറ്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ ആണെങ്കിൽ അതിൻ്റെ സമ്മ് ഫോളോ ചെയ്യുന്നതും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൂഫ് നോക്കാം. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. വെൻ എക്സ് ഫോളോ ബൈനോമിയൽ n1 p എം എക്സ് ഓഫ് ടി എന്താണ്? ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഓൾ പവർ n1. അവിടെ ബൈനോമിയൽ n1 p ആണ്. n1 ആണ്, p കോമൺ ആണ്, പക്ഷേ നമ്പർ ഓഫ് ട്രയൽസ് ഡിഫറെൻ്റ് ആണ്. വൈ ഫോളോ ബൈനോമിയൽ n2 p ആണെങ്കിൽ എന്തുവരും? എം വൈ ഓഫ് ടി ഈക്വൽ ടു ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഓൾ പവർ n2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആദ്യം നോക്കണം. എം എക്സ് പ്ലസ് വൈ ഓഫ് ടീനെ നമുക്ക് ഒരു എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെഴുതാൻ പറ്റും. എം എക്സ് പ്ലസ് വൈ ഓഫ് ടി ഈക്വൽ ടു എം എക്സ് ഓഫ് ടി ഇൻറ്റു എം വൈ ഓഫ് ടി എഴുതാൻ പറ്റും. അവിടെ നമ്മൾ എം എക്സ് ഓഫ് ടിയും എം വൈ ഓഫ് ടിയും കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ഓൾ പവർ n1 പ്ലസ് n2 എന്ന് എഴുതാൻ പറ്റും. അപ്പം എന്താണ്? എക്സ് പ്ലസ് വൈൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണ്? ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി n1 പ്ലസ് n2. അപ്പോൾ എക്സ് പ്ലസ് വൈ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ഫോളോ ബൈനോമിയൽ n1 പ്ലസ് n2 p. If the second parameter is not the same for x and y, then x plus y will not be binomial. We can generalize this result. അപ്പം ഇവിടെ p കോമൺ അല്ലെങ്കിൽ, ഇവിടെ p കോമൺ ആയതുകൊണ്ടാണ് നമുക്കിതുപോലെ എഴുതാൻ പറ്റിയത്. p കോമൺ അല്ലെങ്കിൽ ഇത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല ഫോളോ ചെയ്യാം. p കോമൺ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. ഇതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. The mode of probability distribution is the value of the random variable for which the PDF is maximum. ഇനി അടുത്ത ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ പറയുമ്പം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ഉള്ള എക്സിനെയാണ് മോഡ് എന്ന് പറയുന്നത്. മോഡ് ഓഫ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ വാല്യൂ ഓഫ് ദ റാൻഡം വേരിയബിൾ ഫോർ വിച്ച് ദ PDF ഈസ് മാക്സിമം. ദാറ്റ് മീൻസ് ഇഫ് എക്സ് ഈസ് ദ മോഡ് ദെൻ എഫ് ഓഫ് എക്സ് വിൽ ബി മാക്സിമം. അപ്പം എക്സ് എന്ന് പറയുന്നൊരു മോഡാവണമെങ്കിൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് മാക്സിമം വാല്യൂ ആയിരിക്കണം അറ്റൈൻ ചെയ്യേണ്ടത്. ദ മാക്സിമം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് അറ്റൈൻഡ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് 1 ആൻഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് 1. ഇങ്ങനെയായിരിക്കണം, എന്നാൽ മാത്രമേ മോഡാവത്തുള്ളൂ.
ഇവിടെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് വൺ ആൻഡ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് വൺ ആണ് കേട്ടോ. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് വൺ എന്ന് വെച്ചാൽ എക്സിൻ്റെ ലെഫ്റ്റ് ഭാഗത്തു നിന്നൊരു പോയിൻ്റ് എടുത്താലും റൈറ്റ് ഭാഗത്തു നിന്നൊരു പോയിൻ്റ് എടുത്താലും അത് രണ്ടും എന്തായിരിക്കണം, രണ്ടിലും ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സിനേക്കാളും ചെറുതായിരിക്കണം. അപ്പം രണ്ടാമത്തെ കേസ് എടുക്കുകയാണ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് വൺ വരക്കുമ്പം എന്ത് വരും, എഫ് ഓഫ് എക്സ് എന്താണ്, എൻ സി എക്സ് പി റൈസ് ടു എക്സ് ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് പ്ലസ് വൺ എന്ന് പറയുമ്പം എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൺ വരും. എൻ സി എക്സ് പ്ലസ് വൺ പി റൈസ് ടു എക്സ് പ്ലസ് വൺ ക്യൂ റൈസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് വൺ വരും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, എൻ പി പ്ലസ് പി മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. അതുപോലെ കേസ് 2 എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് മൈനസ് വൺ വരും. എഫ് ഓഫ് എക്സ് അപ്ലൈ ചെയ്തു, എഫ് ഓഫ് എക്സ് മൈനസ് വൺ കൊടുത്തു. സോൾവ് ചെയ്യുമ്പം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ പി പ്ലസ് പി. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു എക്സിനൊരു ഇൻ്റർവെൽ കിട്ടും. എൻ പി പ്ലസ് പി മൈനസ് വൺ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ പി പ്ലസ് പി. നമ്മളിതിനെ അല്ലാതെ ദാറ്റ് ഈസ് എൻ പ്ലസ് പി മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ പ്ലസ് വൺ പി. ഇതാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദിസ് ഷോ ദാറ്റ് ദ മോഡൽ വാല്യൂ വിൽ ബി x equal to r, where r is the integral portion of n plus 1p, but when n plus 1p is an exact integer, there will be two model points r minus 1 and r. അപ്പോൾ നിങ്ങൾ എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങളുടെയൊക്കെ എന്താണ്, നിങ്ങൾക്കൊരു പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ട് നിങ്ങളോട് മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർ ഈക്വൽ ടു നിങ്ങൾ ആദ്യം എൻ പ്ലസ് വൺ ഇൻറ്റു പി കണ്ടുപിടിക്കാം. അപ്പം എൻ പ്ലസ് വൺ ഇൻറ്റു പി എന്ന് കിട്ടുന്നത് നിങ്ങൾക്കൊരു ഇൻറ്റിജർ ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു ഇൻറ്റിജർ ആവാം, ഇൻറ്റിജർ ആയിരിക്കില്ല. ഇൻറ്റിജർ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ പോർഷൻ എടുക്കുക. ഇനി ഇൻ്റഗ്രൽ എക്സാക്റ്റ് ഇൻ്റഗ്രൽ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ രണ്ട് മോഡ് ഉണ്ടാവും, ആർ മൈനസ് വണ്ണും ആറും.